ഗണേഷ് കുമാറിന്റെ മനസ്സിലെ നന്മയാണ്. പ്രകൃതി പോലും അതിൽ കൂട്ടി നിൽക്കുന്നു. ദൈവമാണ് പ്രകൃതി. ആ പ്രകൃതി പോലും അതിൽ കൂടി നിൽക്കുന്ന സന്തോഷമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഇടത്തിന്റെ പത്തനാപുരത്തിന്റെ സമഗ്ര വികസനത്തിന്റെ ഭാഗമായി കൊണ്ടുവരാൻ കഴിയുന്നത് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും അമ്മമാരും സഹോദരിമാരൊക്കെ നിൽക്കുന്നത്, നിങ്ങൾ 2001 എന്നോട് കാണിച്ചുള്ള സ്നേഹമാണ് നമ്മുടെ വികസന വിജയത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും പ്രത്യേകിച്ച് എന്നോട് കാണിച്ചുള്ള ഒരു നവതീ സ്നേഹം, ഒരു കുടുംബാംഗത്തെ പോലെ എന്നെ സ്നേഹിക്കുകയും നിങ്ങളുടെ ഓരോരുത്തരെയും വിഷയങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ വികസനം വരുന്നത്. അതായത് ആരെങ്കിലും സമരം ചെയ്തിട്ടോ ഫേസ്ബുക്കിൽ എഴുതിയോട്ടോ എനിക്ക് ഫേസ്ബുക്കൊന്നും ഞാൻ കാണുന്നില്ല. അങ്ങനെയൊന്നും ഒരു വികസനം ഇവിടെ വന്നിട്ടില്ല. 2001 മുതൽ ഇന്ന് വരെയുള്ള 24 വർഷം നീണ്ടിട്ട ഈ ഒരു വികസന സംസ്കാരം നമ്മൾ കാണും. ഈ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ, അമ്മമാരുടെ, സഹോദരിമാരുടെ, ചെറുപ്പക്കാരുടെ ഇവരുടെയൊക്കെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചാണ് വികസനം കൊണ്ടുപോകുന്നത്. അതായത് എനിക്ക് ഊർജ്ജകണക്കല്ല വികസനം കൊണ്ടുപോകും. എവിടെയാണ് ആവശ്യം, എവിടെയാണ് അത്യാവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ വികസനം കൊണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റോഡ് നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നത്. അതുപോലെ അനേകം റോഡുകൾ ഈ വിളക്കുടി പഞ്ചായത്തിൽ അനേക കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്. കാഞ്ഞിറ എന്ന പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുന്ന കാഞ്ഞിറയിൽ വിളക്കുടി പഞ്ചായത്തിലേക്ക് വരാൻ പോലും പാടാണ്. ബന്ധിപ്പിക്കാൻ വേണ്ടി മണ്ണാങ്കുടിയിലെ പാലത്തിന് 1.5 കോടി രൂപ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ് ആർപ്പണി റോഡ് കൊണ്ടുവന്നു. ആ സ്നേഹത്തിന്റെ പ്രതികമായിട്ടാണ് ഇന്ന് മഴയില്ലായിരുന്നത്. ഇന്നലെ ഈ സമയത്ത് എന്തായിരുന്നു സ്ഥിതി, ഇന്ന് ഉച്ചവരെ എന്തായിരുന്നു സ്ഥിതി. അപ്പൊ ഗണേഷ് കുമാറിന്റെ മനസ്സിലെ നന്മയാണ്. പ്രകൃതി പോലും അതിൽ കൂട്ടി നിൽക്കുന്നു. ദൈവമാണ് പ്രകൃതി. ആ പ്രകൃതി പോലും അതിൽ കൂടി നിൽക്കുന്ന സന്തോഷമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഈ ആഘോഷം അംഗങ്ങളായെങ്കിൽ ഇത്ര ആളുകൾക്ക് എവിടെയെങ്കിലും ഇറങ്ങി വരാൻ പറ്റാത്ത മഴയായിരുന്നു. ഒരു 5-6 പേര് വരും അത്യാവശ്യം, അല്ലാതാരും വരില്ല. പക്ഷെ നിങ്ങൾക്ക് ഇറങ്ങി വരാനും നമുക്ക് കാണാനും സംസാരിക്കാനും ഒക്കെ ദൈവം അവസരം തന്നത് ഏതൊരു വികസനവും ആളുകളെ പറ്റിക്കാനല്ല, മനുഷ്യന്റെ വലിയ പരിപാടിയാണ്. ഇത് ചിന്തിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നതാണ്. ഞാൻ ഏത് പരിപാടിയിൽ പങ്കെടുത്താലും ഒരു ഭാഗ്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മഴ മാറി തരും. ഞാൻ ഷംനാഥിന്റെ വാർഡിൽ അംഗൻവാടി ഉദ്ഘാടനം അന്ന് ഭയങ്കര മഴയായിരുന്നു. അന്നും മഴ മാറിത്തന്നു. അപ്പൊ നമ്മുടെ കൂടെ പ്രകൃതിയുണ്ട്, ആ ഒരു നന്മയ്ക്കുള്ള പ്രകൃതിയുണ്ട്. ആ നന്മയോടൊപ്പം നിങ്ങൾ എല്ലാവരും നിൽക്കണം. 24 വർഷവും എന്നെ സഹായിച്ച് നിങ്ങൾ ഇനിയും സ്നേഹത്തോടെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പത്തനാപുരത്തിലെ കൂടുതൽ വികസനത്തിലേക്ക് കൊണ്ടുപോകാനും നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ ജീവിത നിലവാരം ഉയർത്താനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നൽകുന്ന എല്ലാ സ്നേഹത്തിനും, എല്ലാ പിന്തുണയ്ക്കും, എല്ലാ വാത്സല്യത്തിനും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം. ജനകീയ നായകൻ ശ്രീ കെ.പി. ഗണേഷ് കുമാറിതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പിന്നിട്ട പാതയോരങ്ങളിൽ അമ്മമാർ, സഹോദരിമാർ, കർഷക തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ തുടങ്ങി നാനാ തുറകളിൽപ്പെട്ടവർ നൽകിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ പ്രിയകരനായ ജനനായകൻ, പത്തനാപുരത്തിന്റെ സ്പന്ദനത്തെ തൊട്ടറിഞ്ഞ പത്തനാപുരത്തിന്റെ പൊന്നോമനപുത്രൻ, പത്തനാപുരത്തിന്റെ വികസന നായകൻ ശ്രീ കെ.പി. ഗണേഷ് കുമാർ ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ പൊന്നാട സ്വീകരിക്കും.